പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രതിഭാ സംഗമം 2024 വിദ്യാഭ്യാസ പുരസ്കാര വിതരണം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് കെ.പി. സെൽവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ JDC പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മഞ്ജു മോഹന് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് P.A. സത്യവാഹന്റെ സ്മരണാർത്ഥമുള്ള സ്വർണ്ണ മെഡൽ സമ്മാനിച്ചു. ബാങ്കിന്റെ പ്രസിഡന്റായിരിക്കെ അന്തരിച്ച T.K. വത്സന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം SDPY ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ സഞ്ജന മരിയയ്ക്കും വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 8 വർഷക്കാലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം തകർന്നുപോയി എന്ന് കരുതിയിരുന്ന ഒരിടത്ത് നിന്ന് അവരുടെ സംരക്ഷണ യത്നത്തിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയും. നല്ല അക്കാദമികമായ മികവിലേക്ക് ഇത് ഉയർത്തണം. ഭൗതികമായ സൗകര്യങ്ങൾ മിക്കവാറും എല്ലാ സ്കൂളുകൾക്കുമായി 1 കോടിയുടെ വികസന പദ്ധതി, 3 കോടിയുടെ 5 കോടിയുടെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുക, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ പഠന രീതികൾ, ഇവയെല്ലാം ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി. എന്നാൽ ഭൗതികമായി വന്നിട്ടുള്ള ഈ മികവിനെ അക്കാദമികമായി ഇനിയും ഉയർത്തേണ്ടതില്ലേ? അതാണ് സർക്കാർ ഇപ്പോൾ പരിശോധിച്ച് നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം. നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് അക്കാദമികമായ മികവുണ്ടെങ്കിലും നമ്മുടെ ഭൗതിക സൗകര്യങ്ങളിൽ കഴിഞ്ഞ കാലയളവിൽ വന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി ഇനിയും നമ്മൾ മുന്നേറേണ്ടതുണ്ട്. ഇപ്പോ അതിന്റെ ഭാഗമായി ഒരു പരിഷ്കാരം ഈ വർഷം മുതൽ നടപ്പിലാക്കിയാണ്. കേരളത്തിലെ പുതിയ തലമുറക്ക് ഏതെല്ലാം തരത്തിലുള്ള, ഏതെല്ലാം വിധത്തിലുള്ള, ഏതെല്ലാം വഴികളിലൂടെയുള്ള വളർച്ചയ്ക്കുള്ള പടവുകളുണ്ട് എന്ന് ബഹുമാന്യനായ മന്ത്രിയുടെ പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുമെന്ന് പുതിയ തലമുറയെ പ്രാപ്തരാക്കുക, ഇതാണ് പ്രധാനം. ഒരു വലിയ മോട്ടിവേഷൻ ക്ലാസ്സിനേക്കാൾ ഒന്നാണ് ഇവിടെ നടക്കുന്ന ഒരു പരിപാടി. അതോടൊപ്പം തന്നെ നമ്മുടെ രാജീവ് മന്ത്രിയെ പോലെയൊക്കെയുള്ള ഉദ്ഘാടകരൊക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ, തുടർന്ന് നടക്കുന്ന പ്രസംഗം, ഇതെല്ലാം ഒരു മോട്ടിവേഷനാണ്. നമ്മൾ ആഗ്രഹിച്ചത് വളരെ നേരത്തെ തന്നെ ഈ പരിപാടി ഒരു മോട്ടിവേഷൻ പ്രോഗ്രാമായി നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. നമുക്ക് നമ്മുടെ നാടിനെ നമുക്ക് എല്ലാ നിലയിലും എല്ലാ മനുഷ്യർക്കും ഒരു അതിരുകളുമില്ലാതെ, ഒരു വിവേചനവുമില്ലാതെ, ഒരു വകഭേദങ്ങളുമില്ലാതെ, ജാതി മത മറ്റു ചിന്തകളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യൻ്റെയും എല്ലാ സർഗവാസനകളെയും അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടത്. മുൻ MLA ജോൺ ഫെർണാണ്ടസ്, സഹകരണ സംഘം രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ, കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, നഗരസഭാ കൗൺസിലർ CR സുധീർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് K സുരേഷ്, PA പീറ്റർ, PV ചന്ദ്രബോസ്, KP സോമൻ, KJ ബേസിൽ, സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് രജിസ്ട്രാറും സെക്രട്ടറിയുമായ KM നജ്മ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഓരോ വർഷവും നല്ല രീതിയിലുള്ള പഠനം ഉണ്ടാവുന്നതിന് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ബാങ്ക് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലൂടെ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ തന്നെ സഹകരണ മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എന്നും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സഹകരണ ബാങ്ക്. പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ 500ഓളം വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, പള്ളുരുത്തി.